ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും കനത്തിരിക്കുകയാണ്. കണ്ടല്ലോ, മഴ കൂടി വരികയാണ്. പക്ഷെ മഴ മാത്രമല്ല കൂടുന്നത്, ദിവസേന പകർച്ചവ്യാധികളും കൂടി വരികയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ സഹല അയ്യാർ. കേൾക്കുന്നില്ലേ? മഴേൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. നല്ല രസമല്ലേ മഴേൻ്റെ സൗണ്ട് കേൾക്കാനും മഴ കണ്ടിരിക്കാനും. പക്ഷെ രോഗം വന്നാൽ അങ്ങനെയല്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഈ മഴക്കാലത്ത് ജീവിക്കാൻ. പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികൾ കുറച്ച് മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാല രോഗങ്ങളെ ചെറുത്ത് നിർത്താൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യാം. നല്ലപോലെ വെള്ളം കുടിക്കുക. പക്ഷേ ഈ മഴക്കാലത്ത് എങ്ങനെയാണ് വെള്ളം കുടിക്കുക? നമുക്ക് ദാഹിക്കുന്നില്ലല്ലോ, അപ്പോൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അങ്ങനെയല്ല. മഴക്കാലമാണെങ്കിലും നമ്മളെ ബോഡിക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുക. അടുത്ത പറയുകയാണെങ്കിൽ നല്ല പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക? വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക. ഉദാഹരണത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉൾപ്പെടുത്തുക. നമ്മുടെ നാരങ്ങ, മുളപ്പിച്ച പയർ, അതുപോലുള്ള ഭക്ഷണങ്ങൾക്ക് ധാരാളം ഉൾപ്പെടുത്തുക. കാരണം ഈ വൈറ്റമിൻ സി നമുക്ക് ഇമ്മ്യൂൺ പവർ തരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മഴക്കാലത്തെ അന്തരീക്ഷത്തിൽ തന്നെ ഒരുപാട് ബാക്ടീരിയകളും ഒക്കെ ഉണ്ടാവും. അത് നമ്മളെ ഇമ്മ്യൂണിറ്റിനൊക്കെ വല്ലാണ്ട് കുറയ്ക്കുകയും പല അസുഖങ്ങളും വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ബാരിയർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ഇമ്മ്യൂൺ പവർ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ വ്യായാമം ചെയ്യുക. പൊതുവിലെ മഴക്കാലത്ത് വ്യായാമം ചെയ്യാൻ എല്ലാവർക്കും മടിയായിരിക്കും. എല്ലാവർക്കും മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങാനായിരിക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ വ്യായാമം ചെയ്യുക. നമുക്ക് എന്നാലേ ഹെൽത്തി ആയിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മഴക്കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്തു പോകേണ്ടതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് വീട്ടിലെത്തി നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരുപാട് ബാക്ടീരിയകളും ജേംസും ഒക്കെ ഉണ്ടാവും. പിന്നെ പുറത്തൊക്കെ പോയി ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ വീട്ടുകാരായിട്ട് ഇടപെടാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുക? ചെറിയൊരു അണുനാശിനിയൊക്കെ ഇട്ടൊരു വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ മഴക്കാലത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഡ്രസ്സൊന്നും നമ്മൾ ഉണങ്ങി കിട്ടില്ല. എല്ലാത്തിനൊരു ഈർപ്പുണ്ടാവും. അത് കാരണം നമുക്ക് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രസ്സുകൾ അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ മഴക്കാലത്ത് കൊതുക് വളരെ കൂടുതലായിരിക്കും. അപ്പം കൊതുക് വരാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമ്മളെ വീടും പരിസരവും എപ്പോഴും ശുചിയായി സൂക്ഷിക്കുക. നമ്മൾ മഴക്കാലത്തിന് മുമ്പേ അവിടെ ഇവിടെ കിടന്ന് കുറച്ച് ഡബ്ബ, ചിരട്ട, അതിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് മുട്ടയിടാനും അതുവഴി രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും. അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. വീടുകളിലാണെങ്കിലും മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക. പിന്നെ മൊസ്കിറ്റോ ബാറ്റ്സ്, പിന്നെ മൊസ്കിറ്റോ റിപ്പലൻസ് ക്രീമുകളൊക്കെ ഉപയോഗിക്കുക. കൊതുകുകൾ ഒരുപാട് രോഗങ്ങൾ പരത്തുന്നുണ്ട്. ഡെങ്കിപ്പനിയൊക്കെ വളരെ കൂടുന്നൊരു സമയം കൂടിയാണ് മഴക്കാലം. പിന്നെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ കുട്ടികൾ കളിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം മഴക്കാലത്താണ് കൂടുതൽ ഈ പുഴുക്കടി, വള്ളംകടി എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ കൂടുതൽ വരാൻ സാധ്യത ഉള്ളത്. പിന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ അടച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അലർജി അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മൺസൂൺ കാലത്ത് കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ നല്ലപോലെ ഉറങ്ങാൻ ശ്രമിക്കുക. നല്ലോണം ഉറങ്ങുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം കഴിക്കാൻ നോക്കുക. പ്രോബയോട്ടിക്കുകൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളെ യോഗേർട്ട്, തൈരൊക്കെ പോലുള്ളത് അത് നമ്മളെ വയറിനും വളരെ നല്ലതാണ്. പിന്നെ ജങ്ക് ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ മഴക്കാലത്ത് കുട്ടികളൊക്കെ ഈ തട്ടുകടയിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മളധികം കാണാറുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. തട്ടുകടലിലൊക്കെ എന്താണ് തുറസായ സ്ഥലത്ത് നിന്നാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും അത് സൂക്ഷിക്കുന്നതൊക്കെ. അപ്പോൾ അതിലൊക്കെ സൂക്ഷ്മമായ ബാക്ടീരിയകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മഴക്കാലത്ത് അങ്ങനെയൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര രസമാണ്. പക്ഷേ അത് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നമ്മൾ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാവരും കുറച്ചും കൂടെ കെയർഫുള്ളായിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.